അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാം സ്കന്ധം 4-ാം അധ്യായം 14-ാമത്തെ ശ്ലോകം മുതൽ 13 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ധർമ്മസ്യ പ്രഥമപാദ സത്യമേതൽ ശ്രുതേർവച. ദ്വിതീയസ്തു തഥാ ശൗചം ദയാപാദസ്തൃതീയക. ദാനം പാദശ്ചതുർത്ഥശ്ച പുരാണജ്ഞാ വദന്തി വൈ. തൈർവിഹീന കഥം ധർമ്മസ്തിഷ്ഠേദിഹ സുസമ്മത. ധർമ്മഹീനം കൃതം കർമ്മ കഥം തദ്ഫലദം ഭവേൽ. ധർമ്മേ സ്ഥിരാ മതി ക്വാപി ന കസ്യാപി പ്രതീയത്തെ. ഛലാർത്ഥം ച യദാ വിഷ്ണുർവാമനോ ഭൂൽ ജഗത്പ്രഭു. യേന വാമനരൂപേണ വഞ്ചിതോസൗ ബലിർനൃപ. വിഹർത്ത ശതയജ്ഞസ്യ വേദാനാം പരിപാലക. ധർമ്മിഷ്ഠോ ദാനശീലശ്ച സത്യവാദി ജിതേന്ദ്രിയ. സ്ഥാനാൽ പ്രഭ്രംശിതോകസ്മാദ് വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ജിതം കേന തയോ കൃഷ്ണ ബലിനാ വാമനേന വാ. ഝലകർമ്മവിദാചായം സന്ദേഹോത്ര മഹാൻ മമ. വഞ്ചയിത്വാ വഞ്ചിതേന സത്യം വദ ദ്വിജോത്തമ. പുരാണകർത്താ ത്വമസി ധർമ്മജ്ഞശ്ച മഹാമതി.
വ്യാസ ഉവാച ജിതം വൈ ബലിനാ രാജൻ ദത്താ യേന ച മേദിനി ത്രിവിക്രമോപി നാംനായ പ്രഥിതോ വാമനോഭവൽ ഛലനാർത്ഥമിദം രാജൻ വാമനത്വം നരാധിപ സംപ്രാപ്തം ഹരിണാ ഭൂയോ ദ്വാരപാലത്വമേവ ച സത്യാദന്യതരസ്നാസ്തി മൂലം ധർമ്മസ്യ പാർത്ഥിവ ദുസ്സാധ്യം ദേഹിനാം രാജൻ സത്യം സർവാത്മനാ കില മായാ ബലവതി ഭൂപ ത്രിഗുണ ബഹുരൂപിണി യേദം നിർമ്മിതം വിശ്വം ഗുണൈഃ ശബളിതം ത്രിഭിः തസ്മാച്ഛലവതാം സത്യം കുതോ വിദ്ധം ഭവേന്നൃപ മിശ്രേണ ജനിതാ ചൈവ സ്ഥിതിരേഷാ സനാതനീ വൈഘാനസാശ്ച മുനയോ നിസ്സംഗാ നിഷ്പ്രതിഗ്രഹാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ ശരണം. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം, അതിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിലുള്ള പരിഭാഷ ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധർമ്മത്തിൻ്റെ ആദ്യപാദം സത്യമെന്നു ശ്രുതിവാണി, പിന്നെ ശൗചം 3-ാമത്തെ ദയയുമത്രേ, പിന്നെ ദാനം പൗരാണികർ പറയുന്നു. ഇവ 4-ഉമില്ലാതെ ധർമ്മമെങ്ങിനെ നിലനിന്നിടും. ധർമ്മമില്ലാതെ പാണ്ഡവർ ചെയ്തയാഗമേതുവിധം ഫലമേകും ധർമ്മബുദ്ധി ആർക്കുമില്ലല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വഞ്ചിക്കാനായി വിഷ്ണു വാമനനായിട്ടു മാറിയല്ലോ, വഞ്ചിച്ചല്ലോ വാമനനും വലിയ കഷ്ടം. ശതക്രതു വേദപരിപാലകനും ധർമ്മിഷ്ഠനും ദാനി സത്യവാദി ജിതേന്ദ്രിയൻ ബലിയേ. രാജപദവിയിൽ നിന്നും പരിഭ്രഷ്ടനാക്കി ഹരി ജയിച്ചതു ബലിയോ അതോ വാമനനോ. സത്യമോതു വ്യാജവേഷം കെട്ടിയതാം വാമനനോ, മഹാബലിയോ എനിക്കു സംശയമുണ്ടേ. അങ്ങു പുരാണകർത്താവും ബുദ്ധിമാനും ധർമ്മജ്ഞനും. വ്യാസൻ പറഞ്ഞു, ജയിച്ചതു ബലി തൻ്റെ സത്യത്തെ കാത്തു. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആഹരിയോ ബലിയുടെ കാവലാളായി മാറി സത്യം, ധർമ്മത്തിൻ്റെ മൂലമെന്നും സത്യമാണല്ലോ. ദേഹികൾക്കു സത്യവാദം എന്നുമേറെ പ്രയാസം താൻ, ത്രിഗുണാത്മികയാമായ അതിശക്തതാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ത്രിഗുണമായി ലോകസൃഷ്ടി ചെയ്യുന്നതും മായ തന്നെ, മായയെ ആശ്രയിക്കാതെ സത്യം സാധ്യമോ? മനുഷ്യർക്കു സത്യമെന്നും സുദുർലഭമാണെന്നല്ലോ. മുനിമാരോ നിസ്സംഗരും നിഷ്കാമികളും, മുനിമാരോ നിസ്സംഗരും നിഷ്കാമികളും. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 333 ദിവസം. ഇന്ന് ചതുർത്ഥസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് പ്രഭാഷണത്തിലൂടെ അനുസ്മരിക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ നിറഞ്ഞ നമ്മുടെ കർമ്മകാണ്ഡത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജനമേജയൻ. എന്നിട്ട് പറഞ്ഞു, ധർമ്മസ്യ പ്രഥമപാദ സത്യമേതൽ ശ്രുതേർവച. ശ്രുതികളിൽ ഇപ്പോൾ വേദങ്ങളിൽ പറയണു ധർമ്മത്തിൻ്റെ ആദ്യത്തെ പാദം, 4 പാദങ്ങളാണ് ധർമ്മത്തിന് എന്നാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിലൊക്കെ ധർമ്മത്തെ ഒരു കാളയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രഥമസ്കന്ധത്തിൽ. അപ്പം അതിൽ ആദ്യത്തെ പാദം, ഒരു പാദം സത്യമാണ്. ദ്വിതീയസ്തു തഥാ ശൗചം, രണ്ടാമത്തേത്
ശൗചമാണ്, ശുദ്ധിയാണ്. ദയാപാദസ്തൃതീയക, മൂന്നാമത്തെ പാദം എന്ന് പറയുന്നത് ദയയാണ്. ദാനം പാദശ്ചതുർത്ഥശ്ച പുരാണജ്ഞ വദന്തി വൈ, നാലാമത്തെ പാദം എന്ന് പറയുന്നതോ അതിനെ ദാനം എന്ന് പറയുന്നു. അപ്പം ഇവിടെ സത്യം, ശൗചം, അതേപോലെ ദയ, ദാനം, ഈ നാലുമാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ. പുരാണജ്ഞ വദന്തി വൈ, പുരാണജ്ഞന്മാര്, ശ്രേഷ്ഠരായിട്ടുള്ള പൗരാണികന്മാരും അങ്ങനെ തന്നെ പറയുന്നു. തൈർവിഹീന കഥം ധർമ്മസ്തിഷ്ഠേദിഹ സുസമ്മത, ഈ 4 പാദങ്ങളും ഇല്ലാതെ, തൈർവിഹീന കഥം എങ്ങനെ, സജ്ജനസമ്മതമായിരിക്കുന്ന സുസമ്മതമായിരിക്കുന്ന ധർമ്മം എങ്ങനെ നിലനിൽക്കും? ധർമ്മത്തിന് നിൽക്കാൻ ഈ 4 കാലുകൾ വേണം. ഇതില്ലാതെ ധർമ്മം എങ്ങനെ നിലനിൽക്കും? ധർമ്മഹീനം കൃതം കർമ്മ കഥം തത് ഫലദം ഭവേൽ, ധർമ്മനിഷ്ഠയില്ലാതെ, ധർമ്മമില്ലാതെ കർമ്മം ചെയ്താൽ, പാണ്ഡവർ ചെയ്ത ആ യജ്ഞകർമ്മം എങ്ങനെയാണ് ഫലവത്താവുക? ധർമ്മേ സ്ഥിരാമതി ക്വാപി ന കസ്യാപി പ്രതീയത, ആ യജ്ഞം ഒരർത്ഥത്തിൽ അഹങ്കാരത്തിൻ്റെ പ്രതിഫലനമാണെന്ന്. അതിൻ്റെ കർത്താക്കൾ എങ്ങനെയാണ് ആപ്തന്മാരാവുക? ധർമ്മത്തിൽ ഉറച്ച ബുദ്ധി അവിടെ ഒരിടത്തും ഞാൻ കാണുന്നില്ല. ഛലാർത്ഥം ച യഥാ വിഷ്ണുർ വാമനോ ഭൂജഗത് പ്രഭു, ഛലാർത്ഥം വഞ്ചിക്കാൻ വേണ്ടി സാക്ഷാൽ ജഗത് പ്രഭുവായ വിഷ്ണു പോലും വാമൻ രൂപം പൂണ്ടു ഇല്ലേ? ഏന വാമനരൂപേണ വഞ്ചിതോസൗ ബലിർനൃപ, എന്നിട്ടോ ആ വാമനരൂപത്തിൽ ബലി മഹാരാജാവിനെ വഞ്ചിക്കുകയും ചെയ്തു. അപ്പോ ഭാഗവതത്തിൽ നിന്ന് വിട്ട് കുറച്ച് ആധുനിക കാലത്ത് പലരും പറയുന്ന ചില സംശയങ്ങൾ ഇവിടെ ജനമേജയനിലും ഉണ്ടാവണു എന്നാണ്. വിഹർത്ത ശതയജ്ഞസ്യ വേദാനാം പരിപാലക ധർമ്മിഷ്ഠോ ദാനശീലശ്ച സത്യവാദി ജിതേന്ദ്രിയ. ആരാ ഇതൊക്കെ? ഇതൊക്കെ ബലിയെക്കുറിച്ച് പറയുന്നതാണ്. ശതയജ്ഞസ്യ വിഹർത്ത, 100 യജ്ഞം ചെയ്തവനും വേദങ്ങളുടെ സംരക്ഷകനും ധർമ്മിഷ്ഠനും ദാനശീലനും സത്യസന്ധനും ജിതേന്ദ്രിയനും ഒക്കെ ആയിരുന്ന ബലിയെ. സ്ഥാനാൽ പ്രഭ്രംശിതോ അകസ്മാൽ വിഷ്ണുനാ പ്രഭവിഷ്ണുന ജിതം കേന തയോ കൃഷ്ണ ബലിനാ വാമനേനവ. ഓർത്തിരിക്കാതെ ആ രാജപദവിയിൽ നിന്ന്, ചക്രവർത്തി പദത്തിൽ നിന്ന് പ്രഭവിഷ്ണുവായ ഹരി, വിഷ്ണുനാ പ്രഭവിഷ്ണുന, ആ ഹരി ബലിയേന്നോ അവിടെ പരിഭ്രഷ്ടനാക്കി ഇല്ലേ? അപ്പൊ വ്യാസമഹർഷേ, ഇവരിൽ ആരാണ് ജയിച്ചത്? ജിതം കേന തയോ കൃഷ്ണ, ഇവിടെ കൃഷ്ണശബ്ദം വേദവ്യാസനെ ഉദ്ദേശിച്ചിട്ടാണ്. ബലിന വാമനേനവ, ബലിയാണോ ജയിച്ചത് അതോ വാമനനാണോ ജയിച്ചത്? ഝലകർമ്മ വിദാചായം സന്ദേഹോത്ര മഹാന്മമ വഞ്ചയിത്വാ വഞ്ചിതേന സത്യം വദ ദ്വിജോത്തമ. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, പറയുകയാണ്, സത്യം പറയൂ. കാരണം സത്യം വദ ദ്വിജോത്തമ, വ്യാജവേഷം പൂണ്ട വാമനനോ അതോ മഹാബലിയോ? എനിക്ക് സന്ദേഹോത്ര മഹാന്മമ, എനിക്ക് വലിയ സംശയമുണ്ട് ഇക്കാര്യത്തിൽ. അങ്ങ് ആരാണ്? പുരാണകർത്താത്വമസി ധർമ്മജ്ഞശ്ച മഹാമതി. അവിടുന്ന് പുരാണകർത്താവാണ്, ബുദ്ധിമാനാണ്, മഹാമതിയാണ്, ധർമ്മജ്ഞനുമാണ്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ 21ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധത്തിൽ ചോദ്യം അവസാനിച്ചു. ഉത്തരാർദ്ധത്തിൽ വ്യാസന്റെ മറുപടിയാണ്. വ്യാസ ഉവാച, വ്യാസം പറഞ്ഞു, ജിതം വൈ ബലിനാരാജൻ ദത്തായേനച്ച മേദിനി. രാജാവേ, ജയിച്ചത് ബലി തന്നെയാണ്. കാരണം അദ്ദേഹം ദത്തായേനച്ച മേദിനി, താൻ പ്രതിജ്ഞ ചെയ്തത് അത് ഭൂമി കൊടുക്കാമെന്നാണ്. അത് അദ്ദേഹം ദാനം ചെയ്തു ഇല്ലേ? ത്രിവിക്രമോപി നാംനായ, ത്രിവിക്രമനാണെങ്കിലും പ്രഥിതോ വാമനോഭവൽ, വാമനൻ എന്ന പേരിൽ ഹരി പ്രസിദ്ധനായി തീർന്നു. ഛലനാർത്ഥമിതം രാജൻ വാമനത്വം നരാധിപ, ഈ വാമന വേഷം തന്നെ ബലിയെ വഞ്ചിക്കാൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് സംപ്രാപ്തം ഹരിണാഭൂയോ ദ്വാരപാലത്വമേവച സത്യാദന്യതരം നാസ്തി മൂലം ധർമ്മസ്യ പാർത്ഥിവ.
ആ ഹരിക്ക് അദ്ദേഹത്തിൻ്റെ ആരുടെ ബലിയുടെ ദ്വാരപാലകനായി മാറേണ്ടി വന്നു ഇല്ലേ? അപ്പൊ ധർമ്മത്തിൻ്റെ മൂലം സത്യമല്ലാതെ മറ്റൊന്നുമല്ല. ധർമ്മത്തിൻ്റെ മൂലം സത്യമാണ് അല്ലേ? പ്രഥമ പാദം എന്ന് പറഞ്ഞത് തന്നെ സത്യത്തെയാണ്. ദുസ്സാധ്യം ദേഹിനാം രാജൻ സത്യം സർവാത്മനാക്കില. എന്നാൽ ദേഹികൾക്ക്, മനുഷ്യർക്ക് ഈ സത്യത്തെ പരിപാലിക്കുക എന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദുസ്സാധ്യം. പിന്നെയോ മായ ബലവതീ ഭൂപ ത്രിഗുണ ബഹുരൂപിണി. ഈ മായയുണ്ടല്ലോ, ഭഗവാന്റെ മായ, ത്രിഗുണാത്മികയായിരിക്കുന്ന മായ ബലവതിയാണ്, ബഹുരൂപിണിയുമാണ്. ബലമുള്ളവൾ തന്നെയാണ്, പല പല രൂപം ധരിക്കുന്നവളും ആണ്. യേദം നിർമ്മിതം വിശ്വം ഗുണൈശബളിതം ത്രിഭി തസ്മാച്ഛലവതാം സത്യം കുതോ വിദ്ധം ഭവേന്ദ്രപ. ആ മായയാണ് ത്രിഗുണസമ്മിശ്രമായി ഈ ജഗത്തിനെ ചമച്ചിട്ടുള്ളത്. അതുകൊണ്ട് മിഥ്യാസ്വരൂപിണിയായ മായയാൽ മൂടിയിരിക്കുന്നവന് അതിനെ ആശ്രയിക്കാതെ സത്യത്തെ മാത്രം പാലിക്കാനായിട്ട് സാധിക്കില്ല. സാധിക്കുമോ എന്ന് ചോദിക്കാം. മിശ്രേണ ജനിതാ ചൈവ സ്ഥിതിരേഷാ സനാതനി വൈഖാനസാശ്ച മുനയോ നിസ്സംഗ നിഷ്പ്രതിഗ്രഹ. അപ്പോൾ മനുഷ്യർ പ്രായേണ രജോ ഗുണപ്രധാനമുള്ള ആളുകളാണ്. അവർക്ക് അങ്ങനെ രജോ ഗുണപ്രധാനികൾക്ക് സത്യം സുദുർലഭമാണ്. ഇത് എല്ലാ കാലത്തും ഇത് തന്നെയാണ് സ്ഥിതി. എന്നാൽ വൈഖാനസന്മാർ എന്നറിയപ്പെടുന്ന മുനിമാര്, ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരാണ്. അവർ നിസ്സംഗരാണ്, നിഷ്പ്രതിഗ്രഹ, പരിഗ്രഹേച്ഛ, എന്തെങ്കിലും കിട്ടണം എന്ന ആഗ്രഹം ഇല്ലാത്തവരാണ്, നിഷ്കാമികളാണ്. അവര് നിസ്സംഗരാണ്, നിഷ്കാമികളുമാണ് എന്ന് പറയുന്ന 26-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപുഷ്പാഞ്ജലി ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.